ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു കുഞ്ഞുടുപ്പിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുന്നായിട്ട് ഞാൻ എംബ്രോയ്ഡറി ത്രെഡാണ് എടുക്കുന്നത്. ഇതിൽ ഡിസൈൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഔട്ട്ലൈൻ വരുന്ന ഭാഗത്തെല്ലാം ഞാൻ വൈറ്റ് കളറ് എംബ്രോയ്ഡറി ത്രെഡ് കൊണ്ട് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതിൽ ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് കളർ എടുക്കുന്നതേ ഉള്ളൂ. ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ സൈഡിലോട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തില്ല. ഈ ഔട്ട്ലൈന് ഇതുപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈ സ്റ്റെം സ്റ്റിച്ചിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇമേജൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ആയിട്ടൊരു പേപ്പർ കോപ്പി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഏത് ക്ലോത്തിലാണോ ഡിസൈൻ ചെയ്യുന്നത് ആ ക്ലോത്തിലോട്ട് നമുക്കിഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ക്ലോത്ത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കും ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ഒരു പേപ്പർ കോപ്പി ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കുറേ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഫ്ലവർ വരച്ചിരിക്കുന്ന കണ്ടോ, അവിടെയായിട്ട് ഞാൻ സാറ്റൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഓരോ പെറ്റൽസിലും സാറ്റൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൊടുക്കാം. ഞാൻ പല കളറിലുള്ള ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ പിക്ചറിൻ്റെ താഴ്ഭാഗത്തായിട്ടും കുറേ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ഡിഫറെൻറ്റ് കളറുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മുകളിലായിട്ടൊരു ചെറിയൊരു ക്രൗൺ ഉണ്ട്. ഈ സാറ്റൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ 6 സ്ട്രാൻഡ്സ് നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചിലപ്പം നന്നായിട്ട് കട്ടിക്ക് വേണമെങ്കിൽ ചിലർ 12 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കും. അപ്പോഴത്തേക്കും നന്നായിട്ട് കുരുക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനതുകൊണ്ട് എപ്പോഴും 6 സ്ട്രാൻഡ്സ് വീതമേ എടുക്കാറുള്ളത്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽസ് ആണെങ്കിലും നീഡിലിൻ്റെ പല വലിപ്പത്തിലുള്ള നീഡിലിൻ്റെ സെറ്റ് കിട്ടുവേ. അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ ഷുഗർ ബീഡ്സിൻ്റെ ചെയ്യാൻ പറ്റുന്ന തൊട്ട് അത്രയും തിന്നായിട്ടുള്ള നീഡിൽ തൊട്ട് നല്ല കട്ടിയുള്ള ഇപ്പോൾ ഈ ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൂട്ട് നീഡിൽസ് വരെ ഉണ്ട്. അതിൻ്റെ ആ ഒരു റൗണ്ടിലിരിക്കുന്ന ആ ഒരു സെറ്റിന് 30 റുപ്പീസോ അത്ര എങ്ങാണ്ടൊക്കെ വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഈ ഫ്ലവർ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പൂമൊട്ട് പോലെ വരുന്ന ഒരു ഭാഗമില്ലേ, അവിടെയായിട്ട് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ ഞാൻ യെല്ലോ കളറിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം റാപ്പ് ചെയ്തിട്ട് ഞാൻ താഴോട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അത് തന്നെ ഒരു 2-3 എണ്ണം ഒരു ഫ്ലവറിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കി ഫ്ലവറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചുണ്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഞാൻ സാറ്റൻ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പിങ്ക് കളർ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലീവ്സ് വരുന്നിടത്തും ഗ്രീൻ കളറിൽ സെയിം സാറ്റൻ സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വർക്കിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെം സ്റ്റിച്ച്, സാറ്റൻ സ്റ്റിച്ച്, അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്, ഈ 3 ടൈപ്പ് സ്റ്റിച്ചുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ കുറേ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻസും അതുപോലെ തന്നെ ഓൾഡ് ക്ലിപ്പ് മേക്ക് ഓവറും അതുപോലെയുള്ള കുറേ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.